early goal, but Liverpool have it back. And the buzz as N'Gamora gets the ball and runs. Oh my goodness me! Is there anything he can't do? Rio N'Gamora with another stunning moment for Liverpool. അപ്പം എല്ലാവർക്കും ബ്ലീഡ് ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് റിയോ എൻഗുമാഹോ. ആ രണ്ടാമത്തെ പേര് ഉച്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ റിയോ എന്ന് മാത്രമേ പറയുള്ളൂ. ലിവർപൂളിൻ്റെ അക്കാദമി എന്ന് പറഞ്ഞാൽ 1990 മുതൽ സിംഗ്ലെയർ, സ്റ്റീവൻ ജെറാർഡ്, മൈക്കൽ ഓവൻ, ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് സ്റ്റെർലിങ്, ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ് എന്നുപോലുള്ള ലോകോത്തര താരങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലാമാസിയൊക്കെ പോലെ വിപുലമായ ഒരു അക്കാദമി അല്ല ലിവർപൂളിൻ്റെത്. ലാമാസിയിൽ നിന്നൊക്കെ വരുന്ന താരങ്ങളൊക്കെ നമുക്കറിയാം, അതിനെക്കുറിച്ച് പ്രത്യേകം വീഡിയോ പറയേണ്ട ആവശ്യമില്ല. അർണോൾഡിന് ശേഷം ഒരു ലോകോത്തര താരം ലിവർപൂളിൻ്റെ അക്കാദമിയിൽ നിന്ന് വന്നിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം, ഇല്ല. കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ ആ ഒരു ഹൈപ്പ് അത് നിലനിർത്താൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോർഡൻ ഐബൊക്കെ അതിനൊരു ഉദാഹരണമായിരുന്നു. ക്ലോപ്പ് ഭയങ്കര ഹൈലി ആയിട്ട് റേറ്റ് ചെയ്ത ഒരു യങ്സ്റ്റർ ആയിരുന്നു ജോർഡൻ ഐബ്. പക്ഷെ ഇപ്പം എവിടെയാണ് കളിക്കുന്നത് പോലും ആർക്കും അറിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് 2024 ലിവർപൂൾ ചെൽസിയിൽ നിന്നും റിയോനെ സൈൻ ചെയ്യുന്നത്. റിയോ ആക്ച്വലി 2016 മുതൽ 24 വരെ ചെൽസിയിൽ അക്കാദമിയിൽ കളിച്ചു വളർന്ന താരമാണ്. ലിവർപൂളിലേക്ക് വന്നതിന് ശേഷം പുള്ളിക്കാരനോട് ഇൻ്റർവ്യൂ ആ ഒരു സമയത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ചെൽസി വിട്ട് ലിവർപൂളിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്ലേയിങ് ടൈമാണ്. ഇപ്പോൾ ചെൽസിയിൽ കളിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് 11ൽ ചാൻസ് കിട്ടാൻ സാധ്യത കുറവായിരിക്കും എന്നുള്ളൊരു പേടി, ഒരു ഭയം കാരണമാണ് ചങ്ങായി ചെൽസി വിട്ട് ലിവർപൂളിലേക്ക് ചെയ്യുന്നത്. അതിനൊരു വേറൊരു കാരണം ഉണ്ടായിരുന്നു. ആ ക്ലോപ്പിൻ്റെ ആ ലാസ്റ്റ് 1-2 സീസണിൽ അധിക ലീഗ് കപ്പിലും യങ്സ്റ്റേഴ്സ് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം ചെൽസിനെ തോൽപ്പിച്ച് നമ്മൾ ലീഗ് കപ്പ് അടിച്ച സമയത്ത് ഫൈനലിൽ കളിച്ച ഏകദേശം ഒരു പകുതിയോളം താരങ്ങളും യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിലേക്ക് വരാൻ സാധിച്ചാൽ അത് എനിക്ക് ഗുണമാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് റിയോ ചെൽസി വിട്ട് ലിവർപൂളിലേക്ക് വന്നത്. കഴിഞ്ഞ സീസണിൽ തന്നെ ചെറിയൊരു ഗ്ലിംസൊക്കെ പുള്ളിക്കാരൻ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ലിവർപൂൾ ഫാൻസൊക്കെ അവരുടെ സോഷ്യൽ മീഡിയയിൽ, ലിവർപൂൾസിൻ്റെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, റിയോനെ എന്തുകൊണ്ട് ഫസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തുന്നില്ല, നല്ല കഴിവില്ല ചെറുക്കനാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു പ്രീ സീസണിലാണ് ചങ്ങായിരെ കഴിവ് ശരിക്കും എല്ലാ ലിവർപൂൾ ഫാൻസും കണ്ടത്. യോക്കോഹാമ FC-ക്കെതിരെയും ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ അത്ലറ്റിക് ക്ലബിനെതിരെയും ഗോൾ അടിച്ചു. ആ അത്ലറ്റിക് ക്ലബിന് അടിച്ച ഗോള് കിട്ടില്ലൻ ഗോളാണ്, ഒരു രക്ഷയില്ല. അതുകൂടാതെ ഒരു അസിസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു ഡാർവിൻ ന്യൂനസ്. മത്സരത്തിന് ശേഷം ഈ ഒരു പ്രീ സീസണിൽ ആർനെ സ്ലോട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന ഒരു പ്ലെയറും കൂടിയാണ് റിയോ. റിയോന് ഏറ്റവും നല്ല ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഏറ്റവും കൂടുതൽ ലിവർപൂൾ ഫാൻസിന് ഇഷ്ടപ്പെട്ട ഒരു എബിലിറ്റി എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് പ്ലെയറാണ്. പന്ത് കാലിൽ കിട്ടിക്കഴിഞ്ഞാൽ മുന്നിലെ എതിരാളി എങ്ങനെയെങ്കിലും വെട്ടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു തിങ്കിങ് ആണ് പുള്ളിക്കാരൻ്റെ പ്ലേയിങ് സ്റ്റൈൽ. അത് കൂടാതെ ഫൂട്ട് വർക്ക് ഒരു രക്ഷയില്ലാത്ത ഫൂട്ട് വർക്കാണ്. എനക്കൊന്ന് നമുക്കിങ്ങനെ ഒരു ചുരുക്കിയൊരു നട്ട്ഷെല്ലിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെർലിങ്ങിൻ്റെ ഒരു ഡ്രിബിളിങ്ങുമായിട്ട് ചില സാധ്യതകളുണ്ട് പുള്ളിക്കാരൻ്റെ ഒരു ഫൂട്ട് വർക്കിന്. സ്റ്റെർലിങ് എങ്ങനെയാണോ ആ അക്കാദമിയിൽ നിന്ന് ലിവർപൂളിൻ്റെ ഫസ്റ്റ് 11ലേക്ക് വന്നത്, ആ ഒരു ഹൈപ്പും ആ ഒരു പെർഫോമൻസും നമുക്ക് ഈ ഒരു പ്രീ സീസണിൽ റിയോയിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് വിങ് ആയിട്ടാണ് മെയിനായിട്ട് ചങ്ങായി കളിക്കല്, പക്ഷേ ഫ്രണ്ടിൽ എവിടെ ഇട്ടാലും കളിക്കാനുള്ള ഒരു കഴിവ് ചങ്ങായിക്കുണ്ട്. അപ്പം നമുക്കറിയാം ജനുവരി ആ ഒരു സമയമാകുമ്പോൾ സാല ആഫ്കോണിലേക്ക് പോകും. ഇസാക്കിനെ ലിവർപൂൾ സൈൻ ചെയ്യുമോ എന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷനിലുണ്ട്. ഒരു പക്ഷേ റിയോക്ക് ഈ ഒരു സീസണിൽ ആർനെ സ്ലോട്ട് കുറച്ചും കൂടി മത്സരം, ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ കുറച്ചും കൂടി മത്സരം കൊടുത്തെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും എന്നാണ് എല്ലാ ലിവർപൂൾ ഫാൻസിൻ്റെയും ഒരു ചിന്ത. സ്കില്ലും ഫൂട്ട് വർക്കും കൂടാതെ ഭയങ്കര ഗ്രേസിൽ ഒരു പ്ലെയറാണ് ചങ്ങായി. നമുക്ക് ആ ഒരു ശരീരപ്രകൃതിയിൽ നിന്ന്, നമുക്കൊരു ശരീരഘടനയിൽ തന്നെ മനസ്സിലാവും നല്ല ഒരു ആറ്റിറ്റ്യൂഡും ഒരു ക്യാരക്ടറും ഹോൾഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് റിയോ. അപ്പോൾ നമുക്ക് വരുന്ന ഈ ഒരു സീസൺ എന്ന് പറയുന്നത് എന്താണ് ആർനെ സ്ലോട്ടിൻ്റെ മനസ്സിലെന്ന് ഒരാൾക്കിപ്പം പറയാൻ പറ്റില്ല. ചങ്ങായി ഒരുപക്ഷെ ഫസ്റ്റ് 11ൽ ഒരു വൺ ഓഫ് ദ മെയിൻ പ്ലെയർ ആയിരിക്കാം. ലെഫ്റ്റ് വിങ്ങിൽ എന്തായാലും ഫസ്റ്റ് 11ൽ കളിക്കില്ല, അത് ഉറപ്പാണ്. ഗാക്പോ ആയിരിക്കും, അല്ലെങ്കിൽ എക്കിറ്റീക്കിനെ കളിപ്പിക്കും, ചില സമയത്ത് മേ ബി വേർഡ്സിനെ കളിപ്പിക്കും. അപ്പോൾ ആ ഒരു ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മേക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ലിവർപൂളിന്.
അപ്പോൾ ലീഗ് കപ്പിൽ മിക്കവാറും കൂടുതൽ ചാൻസ് ഉണ്ട്. ലീഗിൽ എങ്ങനെയെന്നുള്ളത് ആർനെ സ്ലോട്ടിൻ്റെ തലയിൽ മാത്രമേ ഇപ്പം ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. പക്ഷേ ആസ് എ ലിവർപൂൾ ഫാൻ, ഒരുപാട് ലിവർപൂൾ ഫാൻസ് റിയോന ലിവർപൂളിൻ്റെ ഒരു ഫസ്റ്റ് 11 അല്ലെങ്കിൽ ഒരു പ്ലേയിങ് 11 ഒരുപാട് സമയം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, റിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.